ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ, ഇതൊരു ഉള്ള ഒരു ഹദീസാണ്. ഭാര്യയുടെ അടുത്ത് ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചതന്നെ. അതായത് മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഈ സാഷ്ടാംഗം പ്രണമിക്കുക എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധനം, നെറ്റി തലവിട്ടുള്ള സംഭവം, അത് ചെയ്യാൻ പാടില്ലാണ്. പക്ഷെ ഇനി അങ്ങനെ പറ്റുമായിരുന്നെങ്കിൽ ഭാര്യയുടെ അടുത്ത് പുരുഷന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്നാണ് ഹദീസ്. സഹിയായിട്ടുള്ള ഹദീസാണ്. അപ്പൊ അതുകൊണ്ട് വലിയ വർത്തമാനമൊന്നും പറയണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഇത് നമുക്കൊരു പവർ അല്ലേ തരുന്നത്, ഒരു ബൈ ഡിഫോൾട്ട് ഒരു പ്രിവിലേജ് തന്നെയാണ്. ഒരു പെൺകുട്ടി ആ കുട്ടിയുടെ ഉപ്പാക്ക് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു സഹോദരി ആ സഹോദരിയുടെ സഹോദരന്, ജ്യേഷ്ഠനാവട്ടെ അനുജനാവട്ടെ, ആ സഹോദരന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകളൊക്കെ പുരുഷന്മാരുടെ അടിമകളാകുന്നത് എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനെ സ്ത്രീകളൊക്കെ പുരുഷന്മാരുടെ അടിമകളാവണമെങ്കിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ ഉപ്പക്ക് സുജൂദ് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുമായിരുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കണം. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ സഹോദരനാകുന്ന പുരുഷന് സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് ഇസ്ലാം പഠിപ്പിക്കണമായിരുന്നു. പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയും, ഭാര്യ പെണ്ണായതുകൊണ്ടോ ഭർത്താവ് ആണായതുകൊണ്ടോ അല്ല, ഭാര്യയുടെ പെണ്ണ് എന്നതിനെ പരിഗണിച്ചുകൊണ്ടോ ഭർത്താവ് പുരുഷനാണ് എന്നത് പരിഗണിച്ചുകൊണ്ടോ അല്ല അള്ളാഹു അത് പറഞ്ഞത്. മറിച്ച് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ബന്ധം, ഊട്ടിയുറപ്പിക്കപ്പെടുന്ന ആ ബന്ധത്തെ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ഇസ്ലാമിക അധ്യാപനം നടത്തിയിട്ടുള്ളത്. ഇവിടെ ഏറ്റവും പ്രസിദ്ധമായ ഹദീസ് ഇവിടെ ഉണ്ടായിരിക്കെയാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കളവ് പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ഇദ്ദേഹം ഇത് മാത്രമല്ല, ഇസ്ലാമിനെ ഏതൊക്കെ രീതിയിൽ കരുവാരിത്തേക്കാൻ കഴിയുമോ ആ രൂപത്തിലൊക്കെ മറ്റാരുടെയൊക്കെയോ പിന്തുണയോടുകൂടി ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ഒരാളാണ് ഇദ്ദേഹം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരാൾ ചോദിച്ച സംഭവം ഹദീസിലൂടെ നമ്മളൊക്കെ കേട്ടതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, ഞാൻ ആരോടാണ് ഏറ്റവും കൂടുതൽ കടപ്പെട്ടത്? മുത്തുനബി 3 പ്രാവശ്യം തുടർച്ചയായി പിന്നെ ആരാണ് എന്ന ചോദ്യത്തിനും നിന്റെ ഉമ്മയോട് എന്ന് മുത്തുനബി പഠിപ്പിച്ചു. 4ാമത്തെ പ്രാവശ്യമാണ് നിന്റെ ഉപ്പയോട് എന്ന് പ്രവാചകർ പഠിപ്പിച്ചത്. അത്രയും പ്രസിദ്ധമായൊരു ഹദീസ് ഇവിടെ ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് പുരുഷന്മാരെ അവിടെ 2ാം നമ്പറായി കണ്ടു അല്ലെങ്കിൽ 4ാം നമ്പറായി കണ്ടു എന്ന് ഇദ്ദേഹം പറയുന്നില്ല? പുരുഷന്മാർ സ്ത്രീകളുടെ അടിമകളാണ് എന്ന് പറയുന്നില്ല. ഇനിയും എത്ര സംഭവങ്ങൾ നമുക്ക് പറയാൻ കഴിയും. സ്ത്രീകൾ ഭാര്യമാരുടെ ചെലവിന് കൊടുക്കേണ്ടത് പുരുഷന്മാരാണ്. അവരുടെ വസ്ത്രം വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അവരുടെ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കേണ്ടത്, അവരുടെ ആരോഗ്യാവസ്ഥകൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്, മക്കളുടെ പഠനം, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ താമസം, വീട്, ഇങ്ങനെയുള്ള എല്ലാ ചെലവുകളും ഇങ്ങനെയുള്ള എല്ലാ ചിന്തകളും അത് ഭർത്താവിൻ്റെ തലയിലാണ്. നിങ്ങൾക്ക് പറയാലോ, ഭർത്താവ് സ്ത്രീകൾക്ക് വേണ്ടി അടിമപ്പണി എടുക്കുന്നവരാണ് എന്തും നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വാസികളെ അല്ലെങ്കിൽ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാം. പക്ഷേ നിങ്ങളുടെ ലക്ഷ്യം അതല്ല. ഇസ്ലാമിനെ ഒരു സ്ത്രീകൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന മതമാണ് എന്ന് നിങ്ങൾക്ക് ചിത്രീകരിക്കണം. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഒരു മുസ്ലിമായ ഉമ്മയുടെ മകനായി ജനിച്ചാൽ പോരാ, ഒരു മുസ്ലിം നാമധാരിയായാൽ പോരാ, മറിച്ച് സമഗ്രമായി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം സ്ത്രീക്കാണോ പുരുഷനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരുപാട് നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഇസ്ലാം എല്ലാവർക്കും സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഓരോ മേഖലകളിലും ഓരോ സാഹചര്യങ്ങളിലും സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ അവർക്കർഹിക്കുന്ന സ്വാതന്ത്ര്യവും അവർക്കർഹിക്കുന്ന സ്ഥാനവും പ്രാധാന്യവും ഇസ്ലാം എപ്പോഴും പഠിപ്പിച്ചിട്ടുണ്ട്.